വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് പോസിറ്റീവാണ്. കഴിഞ്ഞ ആഴ്ച നല്ല സ്വിംഗ് ആണ് അമേരിക്കൻ മാർക്കറ്റിൽ കണ്ട. ട്രംപിന്റെ താരിഫിനെ ചൊല്ലിയുള്ള പ്രധാനപ്പെട്ട അൺസർട്ടനിറ്റിയാണ് അതിനുള്ള കാരണം. ഇനി അടുത്ത റൗണ്ട് താരിഫ് ഏർപ്പെടുത്തുന്നത് വളരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും, അതൊരു നെഗോസിയേഷന് വേണ്ടിയായിട്ടായിരിക്കും എന്നുള്ള ഒരു ട്രംപിന്റെ പരാമർശമാണ് അമേരിക്കൻ വിപണിയെ തിരിച്ചു കയറാൻ സഹായിച്ചത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാർ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഇളവ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കിട്ടിയാൽ ഇന്ത്യൻ മാർക്കറ്റിന് വളരെയധികം ഗുണകരമാണ്. മറ്റു രാജ്യങ്ങളുമായിട്ടെല്ലാം ഇതുപോലെ നെഗോസിയേഷന് ശ്രമിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ താരിഫ് ഏർപ്പെടുത്തുന്നത്. അതുകൂടാതെ FOMC മീറ്റിംഗിന്റെ പോസിറ്റീവ് ഫലവും കഴിഞ്ഞ ആഴ്ച നമ്മൾ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടതാണ്. ഇനിയിപ്പോ അമേരിക്കയിലെ AI റിലേറ്റഡ് അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ട് ചില ഇഷ്യൂസ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ആക്സിഞ്ചറിന്റെ ഗൈഡൻസിനെ തുടർന്നാണ്. അത് അമേരിക്കയിലെ IT യും അതുപോലെ ഡീപ് സീക്കിന്റെ അതുപോലുള്ള ചൈനീസ് AI പ്രോഡക്റ്റുകൾ വളരെ ചെലവ് കുറഞ്ഞു വരുന്നതും IT ഭീഷണിക്ക് പൊതുവെ ഒരു ഭീഷണിയായിട്ട് വരുന്നുണ്ട്. കൂടാതെ തന്നെ റിസഷൻ വരുന്നു എന്നുള്ള ഒരു തോന്നല് ഒരുപക്ഷെ ഇന്ത്യൻ മാർക്കറ്റിലേക്കും ചൈനീസ് മാർക്കറ്റിലേക്കും വീണ്ടും FISന്റെ പണത്തിന് ഒരു തിരിച്ചുവരവിന് അത് കാരണമായേക്കാം. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിലെ ക്യാഷിൽ ഏതാണ്ട് 7500 കോടി രൂപ വെള്ളിയാഴ്ച പർച്ചേസ് ചെയ്തതായിട്ട് കാണുന്നു. ഇത് FTSE എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് റീബാലൻസിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരം ഫണ്ട് വന്നിരിക്കുന്നത്. ICICI, കോട്ടക്, സിപ്ല തുടങ്ങിയ 10ഓളം സ്റ്റോക്കുകളിലേക്കാണ് കൂടുതൽ ബൈയിങ് വന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇനി അത് കൂടാതെ ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആഴ്ച മന്ത്ലി എക്സ്പയറിയാണ്. ഷോർട്ട് പൊസിഷൻ കവർ ചെയ്യപ്പെടുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ ടാക്സ് ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ഒരുപക്ഷെ മാർക്കറ്റിൽ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായേക്കും, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓപ്പണായി മെറ്റ, റിലയൻസ് അത്തരത്തിലൊരു ചർച്ച നടക്കുന്നുണ്ട്. AI ഓഫർ ഏറ്റവും ഇന്ത്യയിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഓഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ ടെസ്ലയുമായിട്ട് ടാറ്റ ഗ്രൂപ്പിലെ പല കമ്പനികളും ഒരു ടൈപ്പ് പോലെ സംസാരിക്കുന്നുണ്ട്. അതും മാർക്കറ്റിന് ഒരുപക്ഷെ പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊന്ന് ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസുകൾ PMI ഡാറ്റ ആണ്. ഇന്ത്യ, ജർമ്മനി, ഫ്രാൻസ്, യൂറോസോൺ, US എന്നിവിടങ്ങളിലെല്ലാം PMI ഡാറ്റ ഇന്ന് വരാനുണ്ട്. അതുപോലെ FOMC മീറ്റിംഗിന് ചില FOMC മെമ്പേഴ്സിന്റെ ചില സ്പീച്ച് എന്നുണ്ട്. അതും മാർക്കറ്റിനെ സംബന്ധിച്ച് നിർണായകമാണ്. FISന്റെ പൊസിഷനിൽ ഏതാണ്ട് 70%ഓളം അവർ ഷോർട്ട് പൊസിഷൻ ആക്കി കുറച്ചിട്ടുണ്ട്. ഇനി റീറ്റെയിൽ ട്രേഡേഴ്സ് ബെയറിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. പ്രോ ട്രേഡേഴ്സ് ഏതാണ്ട് സ്ലൈറ്റ്ലി ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ടാക്സ് ഹാർവെസ്റ്റിങ്ങും അതുപോലെ അമേരിക്കയിലെ വരുന്ന ആഴ്ചയിലെ GDP ഡാറ്റ, അതുപോലെ CPI ഇൻഫ്ലേഷനൊക്കെ മാർക്കറ്റിനെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ താങ്ക് യു.